കോഴിക്കോട് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. കടലുണ്ടി വടക്കുംപാട് സ്വദേശി കൃഷ്ണകുമാറാണ് പിടിയിലായത്. പ്രതി ലഹരി ഉപയോഗിച്ച ശേഷം ട്രെയിനിന് നേരെ കല്ലെറിയുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി രാഹുൽ കെ വി. രാഹുൽ, എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ട്രെയിനിന് നേരെ ഈ പ്രതി കല്ലെറിഞ്ഞത്. രാത്രി എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന എക്സ്പ്രസിന് നേരെയാണ് കല്ലെറിഞ്ഞത്. ആലുവ UC കോളേജിലെ വിദ്യാർത്ഥിയും കോഴിക്കോട് പുറമേരി സ്വദേശിയുമായ ഐശ്വര്യക്കാണ് ഈ കല്ലേറിൽ പരിക്കേറ്റത്. വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. കല്ല് ഈ കുട്ടിയുടെ താടിയെല്ലിനാണ് കൊണ്ടത്. തുടർന്ന് 2 പല്ലുകൾ നഷ്ടമായിരുന്നു. താടിയെല്ലിന് പൊട്ടലേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്രയും ദിവസം നീണ്ട അന്വേഷണത്തിന് ശ്രമകരമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. കടലുണ്ടി വടക്കുംപാട് സ്വദേശി കൃഷ്ണകുമാർ എന്നാണ് ഈ പ്രതിയുടെ പേര്. 30 വയസ്സുകാരനാണ്. ഇയാൾ ഈ റെയിൽവേ ട്രാക്കിന്റെ പരിസരത്തിരുന്ന് തന്നെ ലഹരി ഉപയോഗിച്ച് അതിനുശേഷം ട്രെയിനിന് നേരെ കല്ലെറിയുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. CCTV ഒന്നും തന്നെ ഇല്ലാത്ത പ്രദേശത്ത് വെച്ചായിരുന്നു ട്രെയിനേറെ കല്ലേറും ഉണ്ടായത്. ഫറോക്കിനും കടലുണ്ടിക്കും ഇടയിൽ വെച്ചുള്ള ഭാഗത്ത് വെച്ചാണ് ഇങ്ങനെ കല്ലേറ് ഉണ്ടാകുകയും ചെയ്തിരുന്നത്. ഏതായാലും ഈ പോലീസിനെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് പോലീസ് നടത്തുകയും ചെയ്തത്. ഒപ്പം ഐശ്വര്യയെ അന്ന് രാത്രി തന്നെ കോഴിക്കോട് നഗരത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരുന്നത്. ഈ വിദ്യാർത്ഥിനിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ 20 ദിവസം പിന്നിട്ടിട്ടും ഈ വിദ്യാർത്ഥിനി ആരോഗ്യനില പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വീട്ടിലും ആശുപത്രിയിലും ഒക്കെ തന്നെയായി ചികിത്സയിൽ കഴിയുന്നൊരവസ്ഥയാണുള്ളത്. ഒപ്പം പരീക്ഷയുടെ അവധി തുടങ്ങുന്നതിന് മുൻപ് വീട്ടിലേക്ക് വരികയായിരുന്നു. കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഈ അവധിക്ക് ശേഷം പരീക്ഷയ്ക്ക് വേണ്ടി പോകേണ്ടുന്ന വിദ്യാർത്ഥിനി കൂടിയായിരുന്നു. ഇങ്ങനെ പരിക്കേറ്റതിനെ തുടർന്ന് സെമസ്റ്റർ പരീക്ഷയും വിദ്യാർത്ഥിനിക്ക് നഷ്ടപ്പെട്ടൊരവസ്ഥ കൂടിയാണ്. എന്നാൽ ലഹരിയിൽ ഒരാൾ ചെയ്ത ആ ഒരു കൃത്യമാണ് വിദ്യാർത്ഥിനിക്ക് ഈ വിധത്തിൽ ആരോഗ്യം അടക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നത്. അന്നേ ദിവസം രാത്രി തന്നെ അതുവഴി കടന്നുപോയ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കൂടിയും കല്ലേറുണ്ടായിരുന്നു. ശ്രീജ. രാഹുലാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.